ആ ജെറി, എടാ നീ എവിടെ എത്തി? എടാ ഞാനിവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കണാണ്. എനിക്ക് കഷ്ടാലത്തിലാണെങ്കിൽ ഈ വഴി കൂടെ തന്നെ വരാൻ തോന്നി. എടാ ഇനി 4 മിനിറ്റേ ഉള്ളൂ ഷോ തുടങ്ങാൻ. ആ പ്രാന്തനാണ് ഇവിടെ കിടന്ന് ബേളം വെക്കുക. അയ്യോ, സാറിന് ഉദ്ദേശിച്ചല്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാ. പ്രോഗ്രാം 1 മിനിറ്റ് വൈകാൻ നിങ്ങൾ തന്നെ നിങ്ങളെ പിരിച്ചുവിടും. സാറ് പറഞ്ഞു കേട്ടായിരുന്നു. അങ്ങേരോടെ തമാശ പറയാതെ അവിടെ അടങ്ങിയിരിക്കാൻ പറയും. സാറിനോട് കോമഡി അടിക്കാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ദയവ് ചെയ്ത് പ്രോഗ്രാം തുടങ്ങും പ്ലീസ്. എടാ അതെ, പെട്ടെന്ന് പരിപാടി തുടങ്ങിയില്ലല്ലേ, സ്പോൺസർ സ്ഥലം ഉണ്ടാക്കുവേ. നീ ഓൺ എയർ സെറ്റ്. ഞാനിവിടെ OB പോവാ മൊബൈലില്. അവിടുന്നോ? നീ വേഗം സെറ്റ്. ഗുഡ് മോർണിംഗ് കൊച്ചി. ഇതിപ്പോ ഹലോ FM ഹലോ നമസ്തേ ടൈം. സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബഡി ഇപ്പോൾ വലിയൊരു കുരുക്കിലാണ്. എന്ത് കുരുക്കാണെന്നല്ലേ, പലരും ഈ കുരുക്കിലൊക്കെ തന്നെ ആയിരിക്കും. ഹലോ ലിസണേഴ്സ്, ഞാനിപ്പോ കൊച്ചിയിലെ ഒരു ട്രാഫിക് ബ്ലോക്കിലാണ്. അതെ ചേട്ടാ, സിഗ്നലിലെ ഇപ്പോഴും റെഡ് ലൈറ്റ് ആണ്. പിന്നെ നിങ്ങൾ എന്തിനാ ഹോൺ അടിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് എന്റെ കാറ്, എന്റെ അതിന് നിങ്ങൾക്ക് എന്താ? നാട്ടുകാരുടെ റോഡ്, നാട്ടുകാരുടെ ചെവി. മാധവ്, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊന്ന് വിവരിച്ച് പറയാമോ? ഇവിടെ തെറ്റ് ചെയ്യുന്നവനല്ല, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനാണ് കുറ്റക്കാരൻ. നമ്മളൊക്കെ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ചെറി. ഞാനും ചുമ്മാ രാവിലെ കുറെ ഹോൺ അടിച്ചു. കൊച്ചിയിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ട്രാഫിക് ദുരന്തത്തെ കുറിച്ച് ട്രാഫിക് പോലീസായ സാറിന് എന്താണ് സാർ പറയാനുള്ളത്? ഇവിടെ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞെടുക്കാം. സിഗ്നലിൽ വീണാലും പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മേയറിനെ കണക്ട് ചെയ്യാം. മാധവ്, ഞാൻ കണക്ട് ചെയ്യട്ടെ? ഓക്കെ. ഹലോ ഹലോ മാഡം, ഞാൻ RJ മാധവ്. നമസ്തേ. ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് പോയിന്റിലാണ്. ഇവിടെ മോശം റോഡുകൾ കാരണം ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവും. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? അടുത്ത ബഡ്ജറ്റിൽ സകല റോഡുകളുടെയും നവീകരണത്തിനായി ഒരു തുക വകയിരുത്തുന്നുണ്ട്. ഹലോ നമസ്തേ എന്ന നമ്മുടെ പരിപാടിയിലൂടെ ആയിരക്കണക്കിന് ലിസണേഴ്സ് ആണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാഡം പ്ലീസ് ഒരു ഡേറ്റ് പറയൂ. അടുത്ത മാസം 20-ന് മുൻപ് അതിനൊരു തീരുമാനമുണ്ടായിരിക്കും, ഉറപ്പ്. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ബിഗ് താങ്ക്സ് ഫ്രം ഹലോ നമസ്തേ ടീം. വെറും 25 ദിവസം മാത്രമാണ് ഇനിയുള്ളത്. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചിയിലെ സ്കൂൾ കുട്ടികൾക്ക് അപകടം കൂടാതെ റോഡ് ക്രോസ് ചെയ്യാൻ അവസരം ഉണ്ടാക്കിയ പോലെ, കൊച്ചിയിലെ റോഡുകളിൽ നിന്ന് വേസ്റ്റ് നീക്കം ചെയ്യാൻ മുൻകൈ എടുത്ത പോലെ, ഹലോ നമസ്തേക്ക് ഒരു ബന്ധുവൽ കൂടി. ഹലോ ലിസണേഴ്സ്, ദിസ് ഈസ് ഹലോ നമസ്തേ ഇംപാക്ട്. മാധവ്, അടിപൊളിയായിരുന്ന പ്രോഗ്രാം. താങ്ക്സ് ടോണി. ഓക്കെ. ഹായ്. ഹായ്. ആ അതെ അതെ, മാധവിന്റെ ഐഡിയ ആയിരുന്നു അത്. കോൾസിന് ബഹളാടും പരിപാടിയായിരുന്നു. പുള്ളി ഉണ്ടാവത്ത് പുള്ളിയാത്തല് ഹാപ്പിയാണോ? പിന്നല്ല. സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. നമ്മൾ 6 മാസം കൊണ്ട് ബ്രേക്ക് ചെയ്യണാവും സാർ. അടുത്ത ഫെബ്രുവരിയിൽ സാറിന് പ്രോഫിറ്റ് കിട്ടിയിരിക്കും. ഇപ്പൊ തന്നെ ആമനക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ സെൻസേഷണലാണ് സാർ. അതെ സാർ, ഹലോ FM ഇല്ലാതെ കൊച്ചിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കും. സാർ കണ്ടോ? അയ്യോ സൂചിപ്പിക്കലല്ല സാർ. സാർ ഇന്നത്തെ ഹലോ നമസ്തേ ലിങ്ക് ഞാൻ അയച്ചു തരാം. എന്റെ പിള്ളേർ ജെറി മാധവും കൊച്ചിയെ ഇളക്കി കളഞ്ഞില്ലേ സാർ. ലോകത്തുള്ള സകല FM ഇന്ന് അവർക്ക് വിളി വരുന്നുണ്ട്, അവർ പോകില്ല. എന്താ കാരണം? ഫ്യൂച്ചർ. അവരുടെ ഫ്യൂച്ചർ ഹലോ FM ആണെന്ന് അവർക്കറിയാം. ഓക്കെ സാർ, ശരി സാർ, ട്രസ്റ്റ് മീ സാർ. ദുബായിന്ന് ഇൻവെസ്റ്ററാ, നഷ്ടത്തിലാണെന്നുള്ള പതിവ് തെറി പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാനും പതിവ് മറുപടി പറഞ്ഞു. പക്ഷെ ഞങ്ങള് പതിപോലെ പറയുമല്ല, ശമ്പളം തന്നില്ലെങ്കിൽ ഞങ്ങൾ പോകും. പിന്നെ പറഞ്ഞില്ലെന്ന് പറയണ്ട പ്ലീസ്. പിന്നെ ഞാൻ വിട്ടാലല്ലേ നിങ്ങൾ പോകൂ. ഇന്ന് 5-ാം തീയതിയാണ്. സാറ് സാലറി എടുക്ക്. നീ എന്താ വിളിച്ചേ? സാറേന്നോ? ആരാണ് നിങ്ങളുടെ സാറ്? ഏട്ടനാണ് ഏട്ടൻ. ഇനി ഏട്ടാന്ന് വിളിച്ചാലേ നിനക്കൊക്കെ സാലറി ഉള്ളൂ. എന്തോ ഏട്ടാ, നിന്നെ ഞാൻ വിളിച്ചില്ല. എനിക്കാ സാലറി കഴിഞ്ഞ മാസത്തെ 1200 കൂടി തരാണ്ടിട്ടാ. അപ്പൊ ഒന്ന് പോയേ. മക്കളെ, ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് സ്വന്തം സഹോദരങ്ങളെ പോലെ. അച്ഛനറിയോ കാര്യം? അബൂ